ഭാരതാംബയെ ദേശീയതയൊക്കെ ഇടത് സർക്കാർ അപമാനിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത. അതായത് രാജ്ഭവനിൽ നടന്ന ഒരു ചടങ്ങിൽ നിന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വിട്ടുനിൽക്കുന്നു. ഭാരതാംബയെ പൂജിക്കണം, അല്ലെങ്കിൽ അവിടെ പുഷ്പാർച്ചന നടത്തണമെന്ന് മറ്റോ ഗവർണർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ ഭാരതാംബ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ പോലും ഇടത് സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഇതേ സമയത്ത് തന്നെയാണ് കഫിയ ധരിച്ചുകൊണ്ട് ഇടതു മുന്നണിയിലെ ചില നേതാക്കൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു, അവർ വലിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഒരു ഇരട്ടത്താപ്പ് നമുക്ക് കാണാൻ പറ്റില്ലേ? നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളുടെ, എല്ലാ പൊളിറ്റിക്കൽ ആക്ടിവിറ്റികളുടെ, അല്ലെങ്കിൽ ഈ പൊതുവേദിയിൽ നടക്കുന്ന സംഗതിയാണെങ്കിലും പ്രസ്ഥാനങ്ങളാണെങ്കിലും തീരുമാനങ്ങളാണെങ്കിൽ പോലും എല്ലാത്തിനും പുരോഗമനപരമായ ഒരു സംഗതി മുകളിലുണ്ടാകുമെങ്കിൽ അടിയിൽ ജാതി മതം എല്ലാം പരിഗണിച്ചിട്ട് തന്നെ നടക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും. പിന്നെ ഇവിടെ രാജ്ഭവനിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ BJP ആയിക്കോട്ടെ RSS ആയിക്കോട്ടെ, അവരുടെ ഉദ്ദേശം ഇത്രയും സക്സസ്ഫുള്ളായിട്ട് CPI അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് നടപ്പിലാക്കി കൊടുത്തു എന്നുള്ളിടത്താണ് ഈ അവരുടെ വിജയം എന്ന് പറയുന്നത്. കാരണം അവർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇത് ചർച്ചയായിരുന്നു. ഇന്ന് പത്രങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തയായിട്ടത് വന്നു. യഥാർത്ഥത്തിൽ വളരെ അതിവിദഗ്ധമായ ഒരു പ്രയോഗമാണ് അവിടെ നടത്തിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ചടങ്ങിൽ പോയിട്ട് ഈ മാത്രമല്ല, വേറൊരു സംഗതി രസം മനസ്സിലാക്കേണ്ടത്, പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇത് തന്നെയാണ് പരിസ്ഥിതി നേരിടുന്ന പ്രശ്നം. കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല. ശ്രദ്ധിക്കേണ്ടതിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യനാണെങ്കിലും ആ സമൂഹത്തിനാണെങ്കിലും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ചുള്ള ഒരു പ്രക്രിയയുടെ ആവശ്യം പോലും ഇല്ല. ഈ ഒരു സാധനം തന്നെ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല, ഓർക്കുന്നില്ല. യാന്ത്രികമായിട്ട് ചില ചടങ്ങുകൾ നടന്നു. ഇവിടെ പിന്നെ രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹം RSSലൂടെ വന്ന RSSൻ്റെ ഒരു പ്രതിനിധി തന്നെയാണ് അദ്ദേഹം. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അതേപോലെ തന്നെ ഇപ്പോൾ CPMൻ്റെ നേതൃത്വത്തിലൂടെ ഭരിക്കുന്നു. അവരുടെ എല്ലാ നടപടികളിലും അവരുടേതായ അജണ്ടകളുണ്ട്. ഇപ്പം പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ അവനും അവളും പാഠപുസ്തകത്തിൽ ചേർത്തെന്നു പിന്നെ വിദ്യാഭ്യാസ മന്ത്രി അവകാശപ്പെടുന്നു. ഇതൊക്കെ അവരുടെ ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ സമീപനങ്ങളും അജണ്ടകളും ഒക്കെയാണ്. ഇതിപ്പോൾ രാജേന്ദ്ര അർലേക്കർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ ഓർമ്മ വെച്ച് നടന്ന ഒരു RSSകാരനായ മനുഷ്യനാണ്. ഇത് നല്ല സുന്ദരമായ ഒരു എന്താ പറയുക, നമ്മുടെ പുതിയ ഭാഷ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ നല്ല പണിയാണ് കൊടുത്തതെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഈ ഭാരതാംബയുടെ പിന്നെ ഈ ചിത്രത്തിന് മുമ്പിൽ മന്ത്രി പ്രസാദിന് ഈ പുഷ്പാർച്ചന നടത്താനുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് RSSൻ്റെ കേന്ദ്രത്തിൽ ഉപയോഗിക്കുന്ന ചിത്രമായതിൻ്റെ പേരിലാണ്. അതേ സമയത്ത് ഭാരതാംബയുമാണ്. അപ്പോൾ മന്ത്രി പ്രസാദ് തന്നെ പറയുന്നുണ്ട്, ഭാരതാംബയുടെ ചിത്രത്തോടോ അല്ല അതിനോടൊന്നും വിരോധമൊന്നുമില്ല, പക്ഷേ RSS ഉപയോഗിക്കുന്ന ഭാരതാംബയെ കൊണ്ടുവച്ചാണ് പ്രശ്നം എന്ന് പറയുന്നത്. സാങ്കേതികമായിട്ട് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം. പക്ഷെ ഇപ്പം സമൂഹത്തിലേക്ക് വന്നിരിക്കുന്ന സാധനം എന്താണ്? കാരണം ഈ ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും കാണുന്ന ഒരു ചിത്രമാണ് സാധനം. ഇപ്പം ഈ സിംഹാരൂഢയായ ദേവിയുടെ ചിത്രം, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം അടുത്ത ആറ്റുകാൽ പൊങ്കാല വരുന്നു. ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ചിത്രങ്ങൾ കൊണ്ട് നിറയും. കാര്യം അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഭദ്രമൂർത്തിയായിട്ടുള്ള ദേവിയുടെ സങ്കല്പമാണ് ഇവിടെ ആറ്റുകാലിലുള്ള. അപ്പോൾ ആ ഒരു ഘോരരൂപിണിയായിട്ടുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പല പല ചിത്രങ്ങളും പോസ്റ്ററുകളും ഒക്കെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കാണാൻ പറ്റും. ഇത് തിരുവനന്തപുരത്തെ ഏത് പാലമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഏതോ ഒരു പാലം തുടങ്ങുന്നതിൻ്റെ മുൻപിൽ ഇതൊരു ചെറിയ ശില്പം പോലെ എവിടെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഈ ചിത്രം കാണാറുണ്ട്. ഇനി ഈ ചിത്രത്തിനെ ജനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇതുവരെ പല ദേവി സങ്കല്പങ്ങളിലുള്ള പല ചിത്രങ്ങളും പല ശില്പങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് ചിത്രങ്ങൾ നമ്മളിപ്പം റോഡരികളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇനിയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഈ ചിത്രം കാണുന്ന ഉടനെ പെട്ടെന്ന് പരിസ്ഥിതി ഓർമ്മിക്കത്തില്ല, രാജ്ഭവനെയും. അതേപോലെ തന്നെ രാജ്ഭവനിൽ മന്ത്രി പ്രസാദ് ഇതിനെ എന്താ പറയുക നിന്ദിച്ചു എന്ന് പ്രചാരണം കൊടുത്തു കഴിഞ്ഞാൽ അത്
ശരിക്കും പറഞ്ഞാൽ വിലയ്ക്ക് പോകുന്ന വില പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ശരിക്കും പറയുമ്പോൾ മന്ത്രി പി പ്രസാദ് എന്ന് പറഞ്ഞ CPIയുടെ ഒരു പ്രതിനിധിയാണ്. അവർക്ക് അവരുടേതായ അജണ്ടകളുണ്ടാകാം, അവരുടേതായ രാഷ്ട്രീയ വിശ്വാസങ്ങളുണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രപതി ഭവനിൽ ആർലേക്കർ പറയുന്നു ഇവിടെ ഈ ഭാരതാംബയെ പൂജിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വന്നിക്കണം. ഗവർണർ അപ്പോൾ ഗവർണർ ഈ നിലപാടിനോട് അദ്ദേഹത്തിന് മന്ത്രി എന്ന നിലയിൽ പ്രതികരിക്കാം, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പോൾ അദ്ദേഹം ആ പരിപാടി പങ്കെടുക്കുന്നില്ല, മാറി നിൽക്കുന്നു. പക്ഷേ അങ്ങനെ മാറി നിൽക്കുമ്പോൾ പറയുമ്പോഴും ഈ ഭാരതാംബയെ അല്ലെ ഭാരത മാതാവ് എന്ന് പറയുന്ന സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു എന്ന രീതിയിലാണ് ഇന്നത്തെ മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേ സമയത്ത് തന്നെയാണ് ഈ ഗസയിലുള്ള പ്രശ്നം. ഇപ്പം പലസ്തീനും ഇസ്രായേലും തമ്മിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. പലസ്തീനിലെ യാസർ അരാബത്ത് എങ്ങനെയുള്ള നേതാവാണെന്നൊന്ന് ലോകത്തിനറിയാം. മാത്രമല്ല അദ്ദേഹത്തിന് പിന്നീട് എങ്ങനെ നോബൽ പ്രൈസ് കിട്ടി എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇവിടെ പലസ്തീന് ഇസ്രായേൽ ജനതയോട് അല്ലെങ്കിൽ പലസ്തീന് വേണ്ടി ഹമാസ് ചെയ്യുന്ന ക്രൂരത എല്ലാം അങ്ങ് മറക്കുന്നു. എന്നിട്ട് ഈ പറയുന്ന പലസ്തീൻകാർ പാവമാണ്, അവർക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കഫിയൊക്കെ ധരിച്ചുകൊണ്ട് CPMൻ്റെ ഉന്നത നേതാക്കൾ വരുന്നത്. അപ്പോൾ കഫിയ മറ്റൊരു രാജ്യത്തെ ഒരു പ്രശ്നം അവിടുത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ ധരിക്കുന്നു. ഇതിനൊന്നും പ്രശ്നമില്ലാത്ത കുറേ ആളുകൾ ഇവിടേക്ക് വരുമ്പോൾ ഭാരതാംബ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പോലും അംഗീകരിക്കുന്നില്ല. ഇത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഈ ഗവർണറുടെ നിലപാടുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് CPMനും CPMക്ക് ഉള്ളിൽ തല്ലി വലിയ പ്രശ്നം നടക്കുകയാണ്. അതുകൊണ്ടാണ് പി പ്രസാദ് എടുത്ത നിലപാടിനെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അഭിനന്ദിക്കുകയോ ചെയ്തു. കൊള്ളാം, ഇതാണ് സർക്കാരിൻ്റെ നിലപാടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഇനി സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ 1 വർഷമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് നിലപാടിൽ പോകണമെന്നുള്ള കാര്യത്തിൽ CPIക്കും CPMനും ഇടയിൽ ഒരു അഭിപ്രായ സമന്വയവുമില്ല. തമ്മിൽ തർക്കങ്ങളിലേക്ക് ഇതിനകത്ത് വേറൊരു ചെറിയ കുസൃതി ഇരിപ്പുണ്ട്. നിലമ്പൂരിൽ സ്വരാജിനിട്ട് ചെറിയൊരു പണിയും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള സംഗതി അതാണ്. കാര്യം നിലമ്പൂരിന് അല്ല, ഈ CPIക്ക് സ്വരാജ് സ്വീകാര്യനല്ല. അത് ഒരു പരസ്യമായ ഒരു രഹസ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ഹിന്ദുക്കൾക്ക് വളരെ 10,000-ന് താഴെയുള്ള BJPക്കാരുടെ വോട്ടുണ്ട് അവിടെ. അപ്പോൾ അതിനകത്തുള്ള ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ ഇതാ ഞങ്ങളുടെ ഒരു കാൻഡിഡേറ്റ് സ്വരാജ്. അതോടൊപ്പം തന്നെ BJPയുടെ അവിടുത്തെ കാൻഡിഡേറ്റിനെ നോക്കുക, വളരെ ദുർബലമായ ഒരു ആദ്യം മത്സരിക്കണോ വേണ്ടയോ എന്ന് പേരിന് വേണ്ടി മത്സരിക്കുകയാണ്. അപ്പം ജയിക്കില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ മന്ത്രി പ്രസാദിൻ്റെ നിലപാട് ആർക്കായിരിക്കും ഗുണം ചെയ്യുക? സ്വാഭാവികമായിട്ടും ഗുണം ചെയ്യും. അപ്പോൾ ഇതും ഇങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയമൊക്കെ ഇതിൽ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇതിനെ അഭിനന്ദിച്ചു. ഗോവിന്ദ മാഷൊക്കെ ഇതിനെ മോശമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് MAB പറഞ്ഞിരിക്കുന്നത് സംശയാസ്പദമാണ്. ഇങ്ങനെയൊക്കെയുള്ളു വളരെ വ്യക്തമാണ്. ഇതിനകത്ത് അവർക്ക് ഒളിച്ചു വയ്ക്കുക, BJPക്കോ അല്ലെങ്കിൽ RSSനോ ഒന്നും ഒളിച്ചു വയ്ക്കാനുള്ള സംഗതിയൊന്നുമില്ല ഇതിനകത്ത്. അപ്പോൾ അവരുടെ വ്യക്തമായ അജണ്ടകളുണ്ട്. അത് വളരെ മനോഹരമായിട്ട് അവർ പ്രയോഗിച്ചു. അതിൻ്റെ മുഴുവൻ പ്രയോഗം അല്ലെങ്കിൽ അവരെന്താണോ RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ ഗവർണർ ഉദ്ദേശിച്ചത് എന്താണോ അത് അതിഗംഭീരമായിട്ട് അവർ ഗവർണർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തിട്ട്, മാത്രവുമല്ല ഇനി കാണുന്ന സമയത്ത് ഭാരതത്തിൻ്റെ കൾച്ചറുമായിട്ട്, അപ്പോൾ ഇതൊക്കെ ഭാരതീയമായ ബിംബങ്ങൾ തന്നെയാണ്, അത് നിഷേധിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഭാരതീയമായ ബിംബങ്ങളെ BJPയുമായിട്ടോ അല്ലെങ്കിൽ RSSുമായിട്ടോ ചേർത്ത് വെച്ച് കാണുന്നതിന് അതാണ് BJP പ്രയോഗിക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ്. അപ്പോൾ ആ രാഷ്ട്രീയത്തെ വളരെയധികം രൂഢമൂലമാക്കുന്ന രീതിയിലുള്ള, സഹായിക്കുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ശരിക്കും പിന്നെ മന്ത്രി പ്രസാദിൻ്റെ ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെയാണ് ശരിക്കും ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു സംഗതി ഉപയോഗിക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത് ആർക്ക് ഗുണം ചെയ്യും? ഉദാഹരണത്തിന് ഇവിടുത്തെ മതേതരത്വ ബോധത്തെ ഇത് വളർത്തുമോ? അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഭരണഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്തുമോ? അതുമല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് സമൂഹത്തിൽ ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്തായിരിക്കും? ഇതിൻ്റെ അനുരണനങ്ങൾ എന്തായിരിക്കും? ഗുണകരമായിരിക്കുമോ ദോഷകരമായിരിക്കുമോ? ഉദാഹരണത്തിന് ഇപ്പോൾ BJPക്കാരും RSSകാരും അല്ലാത്ത ഒരുപാട് ആൾക്കാർ ഇത്തരം ബിംബങ്ങളെ ആരാധിക്കുകയും പിന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന സമൂഹമുണ്ട്. അപ്പോൾ അവരിൽ ഇതെങ്ങനെ ഈ ഒരു പ്രതിഷേധം അവരിലുണ്ടാക്കുന്ന ചിന്ത എന്തായിരിക്കും? അവരെ ഇതിനായിട്ട് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? നമ്മളുടെ ഇതിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നതിന് അവർ സ്വാഗതം ചെയ്യുമോ? ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഇതിനെ എങ്ങനെ ബുദ്ധിപരമായിട്ട് നേരിടാൻ കഴിയും. RSSൻ്റെയും അല്ലെങ്കിൽ BJPയുടെയും അല്ലെങ്കിൽ ഗവർണറുടെയും ഈ അജണ്ട എന്താണോ അത് നടപ്പിലാക്കി കൊടുക്കുന്ന രീതിയിൽ വേണോ പെരുമാറേണ്ടത്, അതോ അതിനെ പരാജയപ്പെടുത്തുന്ന രീതിയിലാണോ എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴാണ് ഇത്തരം സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അതിഗംഭീരമായിട്ട് അതിനെ മറികടന്ന് പരാജയപ്പെടുത്താനുള്ള ചിന്തയൊക്കെ വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ചിന്തയിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. മാത്രമല്ല
പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക്. അതാണ് നമ്മുടെ ഇവിടെ ഈ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ ഉദാഹരണത്തിന് സദ്ദാം ഹുസൈനെ തൂക്കി വന്നപ്പോൾ ഇവിടെ ബന്ദ് നടത്തിയ രാജ്യമാണ് കേരളം, അല്ലേ? അതെ. അപ്പം സദ്ദാം ഹുസൈനെ നമ്മൾ എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു? അത് നമ്മുടെ ഇവിടുത്തെ ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ നോക്കിക്കൊണ്ടുള്ള ഇവിടുത്തെ അതിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പറഞ്ഞുള്ള ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ അതിനൊരു പുരോഗമന സംഭവം നമ്മൾ കൊടുക്കുന്നു. ഇസ്രയേലിൻ്റെയും അമേരിക്കയിലെയും കടന്നാക്രമണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്വരാജിനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണം ഈ ഹമാസിന് പിന്തുണ നൽകി എന്നുള്ളൊരു സംഗതിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് വായിക്കും മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വളരെ നിഷ്പക്ഷമായ ഒരു അല്ലെങ്കിൽ ഒരു മാനവികതയോടുള്ള ചേർത്ത് നിൽപ്പ് കൊണ്ടാണോ? ഉദാഹരണത്തിന് ശശി തരൂർ പോയിട്ട് മുസ്ലിം ലീഗിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ച് നിരപരാധികളായ ആൾക്കാരെ കൊന്നത് അത് ശരിയല്ല, അത് മനുഷ്യത്വത്തിന് വിരുദ്ധമായ പ്രക്രിയയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അത് അവിടെയാണ് ഒരു മാനവികത വരുന്നത്, അല്ലെ ഒരു ആർജവം വരുന്നത് എവിടെയാണ്. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ നമ്മളെ ഈ പ്രാദേശിക രാഷ്ട്രീയത്തിന് എങ്ങനെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ ശരിക്കും പറഞ്ഞാൽ അത് കബളിപ്പിക്കലാണ്. ഇതിപ്പം ഒരു മതത്തിനോട് ഞങ്ങൾക്ക് കൂട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു ചെറിയ സുഖം അവർക്ക് കിട്ടുകയും അവർ ആ മതസ്ഥർ നമ്മളെ ചേർത്ത് നിർത്തിയെന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ നിന്ന് ഒരുതരം മാനസികമായ ദൗർബല്യത്തിൽ നിന്നാണ് ഇത്തരമുള്ള രാഷ്ട്രീയവും ഈ മതത്തിനെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഉപയോഗിക്കുന്നത്. മറിച്ച് ഇവിടെ ഈ ഗവർണറുടെ ഈ നടപടിയെ എങ്ങനെ പരാജയപ്പെടുത്താം? കാര്യം ഈ ഒരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ചെറിയ ചിത്രം അവിടെ വെച്ചു, അദ്ദേഹത്തിന് വേണമെങ്കിൽ പുഷ്പം ഇടാതെ വേണമെങ്കിൽ അതെ ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഇത് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് അപ്പൊ ഇത് ആരും അറിയാതെ പോകും സാധനം. അതെ, പക്ഷേ ഇവര് പ്ലാൻ ചെയ്ത കാര്യം കൃത്യമായിട്ട് ഇവിടെ നടപ്പാക്കി. കാരണം മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചാനലുകൾ മുഴുവൻ. ഇനിയിപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവിടെ എന്തായാലും രാജ്ഭവനിലെ ചടങ്ങുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പൊ നാളെ ഒരു മന്ത്രിയുടെ ഇപ്പോൾ സ്വരാജ് അവിടെ നിലമ്പൂർ ജയിക്കുകയാണ്, ഒരു മന്ത്രിയാക്കണമെന്ന് വിചാരിക്കട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യണം, അത് ഗവർണർ അവിടെ വെച്ച് നടത്തുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇനി ഭാവിയിൽ ഇതെങ്ങനെ ചെയ്യും? ഇത് ഇങ്ങനെ ഒരു ഇപ്പോഴേ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ഫലപ്രദമാകുമോ എന്നൊക്കെയുള്ള ഒരു 2, 3, 4 സ്റ്റെപ്പ് അപ്പുറമൊക്കെ കിടന്ന് ചിന്തിച്ചിട്ട് വേണ്ടേ ഇങ്ങനെയുള്ളവരൊക്കെ. അല്ല, രാജേന്ദ്ര ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കൃത്യമായ സൂചന നൽകി. ഇനി രാജ്ഭവനിൽ നടക്കുന്ന എല്ലാ പരിപാടിയിലും ഇത്തരത്തിലുള്ള പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ പുഷ്പാർച്ചന നടത്താൻ തീരുമാനിച്ചു. അവിടെ ഭാരതാംബയുടെ ചിത്രം വെക്കും. ഈ ചിത്രം വെക്കുമ്പോൾ ഈ ഒറ്റ ചിത്രം വെച്ചു എന്ന് പറയുന്ന സർക്കാരിന് പരിപാടിയിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല. വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഗവർണർ പറയുന്നത് RSS വെക്കുന്നതല്ല, ഭാരതാംബയുടെ ചിത്രമാണെന്നാണ് പറയുന്നത്. അതെ, ഭാരതാംബയുടെ ചിത്രം. അപ്പൊ സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം ശരിയാണ്. ന്യായീകരിക്കും. അപ്പൊ ഈ ഭാരതാംബയുടെ ചിത്രത്തെ തള്ളുന്നവരാണ് ഹമാസിന്റെ തോളിൽ കൈയിട്ട് നടക്കുന്നതെന്ന് കൂടെ പറയണം. പ്രചാരണത്തിന് നല്ല ആയുധമായി. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പം ഇവിടെ ഇപ്പൊ CPIയും CPM ഒക്കെ ഇവിടെ കേരളത്തില് ശരിക്കും പറഞ്ഞാൽ BJP പ്രവർത്തകരോ അല്ലെങ്കിൽ RSSകാരോ നേതാക്കളോ അല്ല ഇവിടെ ഈ BJPയെ വളർത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവരുടെയൊക്കെ സഹായം കൊണ്ട്, ഇത്തരത്തിലുള്ള സഹായം കൊണ്ടാണ് BJP ഓരോ തവണയും ഈ വോട്ട് ഷെയർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.